കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ കമ്മീഷൻ വാങ്ങിച്ച് അതിൻ്റെ നേതൃത്വത്തിലുള്ള ആളുകൾ രാഷ്ട്രീയ പിൻബലത്തോടുകൂടി സംസ്ഥാനത്തിന് 101 കോടി രൂപയുടെ നഷ്ടം വരുത്തി എന്ന എൻ്റെ ആരോപണത്തിന് അന്നത്തെ ധനകാര്യമന്ത്രിയും ഇപ്പോഴത്തെ ധനകാര്യമന്ത്രിയും മറുപടിയുമായി രംഗത്ത് വന്നിരിക്കുകയാണ്. ഞാൻ ഇന്നലെ ആരോപണം ഉന്നയിച്ച സമയത്ത് അന്നത്തെ ധനകാര്യമന്ത്രി ശ്രീ തോമസ് ഐസക്കിനെ കുറിച്ച് ഒരാരോപണം ഉന്നയിച്ചില്ല. പക്ഷെ അദ്ദേഹം വന്നിപ്പോൾ അതിനെ ന്യായീകരിച്ചിരിക്കുകയാണ്. അദ്ദേഹം അതിനെ ന്യായീകരിച്ചിരിക്കുകയും നിയമപരമായിട്ടാണ് ഈ നിക്ഷേപം നടത്തിയത് എന്ന് പറഞ്ഞിരിക്കുകയും എന്നെ വെല്ലുവിളിച്ചിരിക്കുകയാണ്. അദ്ദേഹം ഒരു സാമ്പത്തിക വിദഗ്ധനും സാമ്പത്തിക അധ്യാപകനും 10 വർഷം കേരളത്തിൻ്റെ ധനകാര്യമന്ത്രിയായിരുന്ന ആളും സാമ്പത്തിക കാര്യ വിദഗ്ധനുമാണ്. ഞാൻ ഇതൊന്നുമല്ല. അതാണ് എനിക്ക് അദ്ദേഹത്തോടുള്ള പ്രധാനപ്പെട്ട ചോദ്യം. രണ്ടാമത്, ഇപ്പോഴത്തെ ധനകാര്യമന്ത്രി ഇന്നലെ ഞാൻ പത്രസമ്മേളനം നടത്തി 2-3 മണിക്കൂറിനകം ഇതിൻ്റെ മറുപടിയായിട്ട് വന്നിരിക്കുകയാണ്. 6 മാസമായി കേരളത്തിലെ നിയമസഭയിൽ ധനകാര്യമന്ത്രിയോട് ഈ ചോദ്യം ചോദിച്ചിട്ട് 6 മാസമായി നിയമസഭയിൽ ഇതിന് ഉത്തരം തരാത്ത ധനകാര്യമന്ത്രി അഴിമതി ആരോപണം ഉന്നയിച്ചപ്പോൾ 2-3 മണിക്കൂർ കൊണ്ട് രംഗപ്രവേശം ചെയ്ത് മറുപടി പറഞ്ഞിരിക്കുക. അതായത് തിരുവനന്തപുരത്തുള്ള തലസ്ഥാന നഗരിയിലുള്ള KFC ആസ്ഥാനത്ത് നിന്ന് ഫോണിൽ വിളിച്ചു ചോദിച്ചാൽ കിട്ടുന്ന വിവരമാണ്. 6 മാസമായി നിയമസഭയിൽ ഇതിന് മറുപടി തരുന്നില്ല. രണ്ടാമത്തെ കാര്യം, 2018 ഈ നിക്ഷേപം നടത്തിയതിന് ശേഷം 2018-19 19-20 2 ആനുവൽ റിപ്പോർട്ടുകൾ KFCയുടെ വന്നു. ഈ 2 റിപ്പോർട്ടിലും RCFL എന്ന് പറയുന്ന ഈ അനിൽ അംബാനിയുടെ കമ്പനിയെക്കുറിച്ച് പേര് പോലും ഇല്ല, ഒളിച്ചു വെച്ചു. ഇനി നിയമപരമായിട്ടാണ് ഇത് ചെയ്തതെന്നാണ് മുൻ ധനകാര്യമന്ത്രിയും ഇപ്പോഴത്തെ ധനകാര്യമന്ത്രിയും പറഞ്ഞത്. ഞാൻ അതിനുള്ള മറുപടി പറയാം. നിയമവിരുദ്ധമായിട്ടാണ് ചെയ്തത്. അതായത് സ്റ്റേറ്റ് ഫിനാൻസ് കോർപ്പറേഷൻ ആക്ടിൻ്റെ കീഴിലാണ് KFC പ്രവർത്തിക്കുന്നത്. ആ നിയമത്തിൻ്റെ 33-34 നിയമം ലംഘിച്ചുകൊണ്ടാണ് ഈ കമ്പനിയിൽ നിക്ഷേപം നടത്തിയത്. കാരണം സെക്ഷൻ 33 വളരെ കൃത്യമായി പറയുന്നുണ്ട്. അതായത് നിങ്ങൾ റിസർവ് ബാങ്കിൻ്റെ അനുമതിയോടുകൂടി നാഷണലൈസ്ഡ് ബാങ്കിലോ ഷെഡ്യൂൾഡ് ബാങ്കിലോ നിക്ഷേപം നടത്താൻ പാടുള്ളൂ. പിന്നെ പറയുന്നത് എന്താ, ഡിബഞ്ചറുകളോ അല്ലെങ്കിൽ ഷെയറുകളോ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ അതെങ്ങനെ ചെയ്യണം? ബോർഡ് തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. ഇതിൻ്റെ KFCയുടെ ബോർഡ് തീരുമാനം എടുക്കണം. ഈ 2018 വർഷത്തിൽ ആണ് ഈ നിക്ഷേപം നടത്തിയത്. നിക്ഷേപം നടത്തിയ ഡേറ്റ് 26/4/2018. ബോർഡ് കൂടിയത് 18/6/2018. അതായത് ഈ നിക്ഷേപം നടത്തി 2 മാസം കഴിഞ്ഞതിന് ശേഷമാണ് ബോർഡ് കൂടിയത്. അപ്പോൾ ബോർഡ് കൂടി മാത്രമേ ഡിബഞ്ചറുകളും ഷെയറുകളും നിക്ഷേപിക്കാൻ പാടുള്ളൂ എന്നുള്ള നിയമം ലംഘിച്ചുകൊണ്ടാണ് ബോർഡിൻ്റെ അനുമതി ഇല്ലാതെ, KFCയുടെ ബോർഡിൻ്റെ അനുമതി ഇല്ലാതെ, ഒരു ബോർഡ് യോഗം കൂടുക പോലും ചെയ്യാതെ തിരക്ക് പിടിച്ച് ഇത്രയും കോടി രൂപ ഇൻവെസ്റ്റ് ചെയ്ത് എന്തിനാ? അതാണ് ചോദ്യം. അടിയന്തരമായ എമർജൻസി ആയിട്ട് എടുക്കുന്ന ഒരു തീരുമാനമാണോ? ആ തീരുമാനം എടുത്തിട്ട് ബോർഡ് റാറ്റിഫൈ ചെയ്താൽ പോരെ? അല്ലല്ലോ. ഇത് നിക്ഷേപമാണ്, ആലോചിച്ച് പഠിച്ച് എടുക്കേണ്ട നിക്ഷേപമാണ്. ബോർഡിൻ്റെ തീരുമാനം ഇല്ലാതെ ആണ് നിക്ഷേപം നടത്തിയത്. അപ്പം തന്നെ നിയമലംഘനം നടത്തി. ഇനി 2 മന്ത്രിമാരും പറഞ്ഞൊരു രസകരമായ കാര്യമുണ്ട്. എന്താണ് കുഴപ്പം? അന്ന് ഈ അംബാനിയുടെ കമ്പനിയായ റിലയൻസ് കമേഴ്സ്യൽ ഫിനാൻസ് ലിമിറ്റഡ് RCFL AA+ റേറ്റിംഗ്. അല്ലേ? അപ്പം എന്തോ നിക്ഷേപിച്ചാൽ എന്താ കുഴപ്പം? നല്ല ചോദ്യമാണ്. അതിനെ ഒരു മറുപടി പറയാം. കെയർ എന്ന് പറയുന്ന റേറ്റിംഗ് ഏജൻസിയാണ് ഇവർക്ക് AA+ റേറ്റിംഗ് കൊടുത്തിരിക്കുന്നത്. അവർ AA+ റേറ്റിംഗ് കൊടുത്തതിൻ്റെ ബ്രാക്കറ്റിൽ ഒരു കാര്യം കൂടി എഴുതിയിട്ടുണ്ട്. അത് ഈ സാമ്പത്തിക വിദഗ്ധൻ കണ്ടില്ലേ? എന്താണ് എഴുതിയേക്കുന്നത്? ക്രെഡിറ്റ് വാച്ച് വിത്ത് ഡെവലപ്പിംഗ് ഇംപ്ലിക്കേഷൻസ്. അതായത് ഈ റേറ്റിംഗ് ഇനി വരാൻ പോകുന്ന കാര്യങ്ങൾ കൂടി പരിശോധിച്ച് സൂക്ഷ്മമായി നിരീക്ഷിക്കണമെന്നാണ്, വാച്ച് ചെയ്യണമെന്നാണ്. എന്നിട്ട് അവർ അടുത്ത പാരഗ്രാഫിൽ എന്തുകൊണ്ടാണ് അങ്ങനെ ബ്രാക്കറ്റിൽ എഴുതിയെന്ന് പറഞ്ഞിരിക്കുക. അപ്പോൾ നമ്മൾ ഞെട്ടുള്ളൂ.
The ratings of RCFL are placed on credit watch with developing implications. Following എന്തുകൊണ്ടാ rating of its parent company Reliance Capital Limited being put on credit watch with developing implications due to its exposure to Reliance Communications Limited rated care D, Dr. Nalena D grade and other group companies. എന്തുകൊണ്ടാണ് ഈ റേറ്റിംഗ് ഏജൻസി ഇങ്ങനെ പറഞ്ഞത്? മാതൃ കമ്പനി ഉണ്ട് ഇവര്, ഈ RCFLന്റെ മാതൃ കമ്പനി ഏതാ? RCL, റിലയൻസ് ക്യാപിറ്റൽ ലിമിറ്റഡ് ആണ്. ആ മാതൃ കമ്പനി ഇതുപോലെ അപകടത്തിൽ നിൽക്കുന്ന കമ്പനിയാണ്. എന്തുകൊണ്ടാ? ആ കമ്പനിയായിട്ട് ബന്ധമുള്ള റിലയൻസ് കമ്മ്യൂണിക്കേഷൻസ്, ഇവരുടെ തന്നെ കമ്പനികളല്ല, രൂക്ഷമായ സാമ്പത്തിക ബാധ്യതയിൽ നിൽക്കുന്നു. എത്രയെന്നറിയാമോ ബാങ്കുകൾക്ക് കൊടുക്കാനുള്ളത്? ഈ സമയത്ത് റിലയൻസ് കമ്മ്യൂണിക്കേഷൻസ് ബാങ്കുകൾക്ക് കൊടുക്കാനുള്ള കടം 50,000 കോടി രൂപ കൊടുക്കാനുണ്ട്. അതായത് ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ, അനിൽ അംബാനിയുടെ കമ്പനികൾ പൊളിയുന്ന കാലത്താണ് KFC അവിടെ കൊണ്ടുപോയി നിക്ഷേപം നടത്തിയത്. എന്നിട്ട് ഇവർ AA+ റേറ്റിംഗ് ഉണ്ട് എന്ന് കണ്ടുപിടിച്ച ഏജൻസി ഇവരെ ഓർമ്മപ്പെടുത്തുന്നു, നിങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിക്കണം ഈ AA+. എന്നിട്ട് അവർ പറയുന്നുണ്ട്, ഞങ്ങൾ ഈ ഒരു സബ്സിഡിയറി കമ്പനിയുടെ സാമ്പത്തിക കാര്യങ്ങൾ മാത്രം പരിഗണിച്ചാണ് ഞങ്ങൾ ഇത് AA+ നൽകിയത്. കേട്ടോളാം, ഈ ഇവർ ചൂണ്ടിക്കാണിച്ചതിൽ പറയുന്നതാണ് ഈ കമ്പനി കെയർ എന്ന് വെച്ചാൽ റേറ്റിംഗ് ഏജൻസി നടത്തിയ കമ്പനി ഹാസ് അനലൈസ്ഡ് RCFL ഓൺ ദ ബേസിസ് ഓഫ് സ്റ്റാൻഡ് അലോൺ ഫിനാൻഷ്യൽസ്. അതിൻ്റെ മാത്രം സാമ്പത്തിക വരവ് ചെലവ് നോക്കിയിട്ടാണ് ഞങ്ങൾ ചെയ്തത്. ഹൗവർ rating also takes into consideration parentage of RCL. റേറ്റിംഗ് ശരിയായി കണക്കാക്കുമ്പോൾ മാതൃ കമ്പനിയുടെ കൂടി സാമ്പത്തിക സ്ഥിതി പരിശോധിക്കണം. അപ്പം റേറ്റിംഗ് എങ്ങനെയാണ്? റേറ്റിംഗ് പരിശോധിക്കുമ്പോൾ മാതൃ കമ്പനികളിലെയും, അതായത് പാരന്റൽ കമ്പനീസ് എന്നാണ് പറയുന്നത്, സിസ്റ്റർ കൺസേൺസിൻ്റെയും സഹോദര കമ്പനികളുടെയും എന്താണ് സാമ്പത്തിക സ്ഥിതി എന്ന് പരിശോധിക്കണം. 3 വർഷക്കാലത്തെ നമ്മുടെ ഓഡിറ്റ് റിപ്പോർട്ട് പരിശോധിക്കണം. 2018 ഈ നിക്ഷേപം നടത്തുമ്പോൾ 3 വർഷത്തെ ഓഡിറ്റ് ഈ കമ്പനിക്കില്ല. എന്താ കാര്യം? ഈ RCL എന്ന് പറയുന്ന മാതൃ കമ്പനി പൊളിഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് അനിൽ അംബാനി, ഇതാണ് ഈ അദാനിയുടെ കേസിലും അംബാനിയുടെ കേസിലും ഹിൻഡർബർഗ് റിപ്പോർട്ടിലൊക്കെ ഉള്ളതാണ്. ഒന്ന് പൊളിയുമ്പോൾ ഇവർ 2016 അതിൽ നിന്ന് വേറൊരു പുതിയ കമ്പനി ഉണ്ടാക്കി, RCFL. അതാണ് ഈ കമ്പനി ഉണ്ടാക്കിയിട്ട് എന്തിനാ? ആളുകളെ പറ്റിച്ച് വീണ്ടും നിക്ഷേപം നടത്താൻ വേണ്ടിയിട്ടാ. RCLൽ പാരന്റൽ കമ്പനിയിൽ ആരും നിക്ഷേപിക്കില്ല, കാരണം പാരന്റൽ കമ്പനി പൊളിയാണ്. റിലയൻസ് കമ്മ്യൂണിക്കേഷൻസ് പൊളിഞ്ഞു, 50,000 കോടി രൂപ ബാങ്കിന് കൊടുക്കാനുണ്ട്. അപ്പോൾ ഒരു കടവും ഇല്ലാത്തൊരു ഇൻഡിപെൻഡന്റ് കമ്പനി ഈ മാതൃ കമ്പനിയിൽ നിന്ന് 2016 ഉണ്ടാക്കി. അപ്പോൾ 2018 ആയപ്പോൾ 3 വർഷത്തെ ഓഡിറ്റ് പോലും ഇല്ല അവർക്ക്, 3 വർഷത്തെ പ്രായമായിട്ടില്ല കമ്പനിക്ക്. എന്നിട്ട് ആ കമ്പനിയിൽ കൊണ്ടുപോയിട്ടാണ് നിക്ഷേപം നടത്തിയത്. ഇതെല്ലാം തോമസ് ഐസക്കും KN ബാലഗോപാലും പറഞ്ഞ കെയർ എന്ന റേറ്റിംഗ് ഏജൻസിയുടെ കാര്യത്തിൽ എല്ലായിടത്തും ഉണ്ട്. ദ കമേഴ്സ്യൽ ഫിനാൻഷ്യൽ ബിസിനസ് ഓഫ് RCL ഹാസ് ബീൻ ഡീമർജ്ഡ് into its wholly owned subsidiary RCFL with effect from April 1, 2016. അതായത് RCL എന്നുള്ള കമ്പനിയിൽ നിന്ന് ഇതിനെ ഡീമർജ് ചെയ്ത് വേറൊരു പുതിയ കമ്പനിയാണ് ഈ RCFL ഉണ്ടാക്കിയത്. ആളുകളെ പറ്റിക്കാനാണ്. ആളുകൾ ആ കമ്പനിയുടെ റേറ്റിംഗ് എന്നിട്ട് കൂട്ടിവെക്കും, എന്നിട്ട് ആളുകൾ നിക്ഷേപിക്കും. അപ്പോൾ റേറ്റ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്ന ഒരു ഗവൺമെൻറ്റോ ഒരു പബ്ലിക് സെക്ടർ ഏജൻസിയോ ചെയ്യേണ്ടത് എന്താ? ഈ കമ്പനിയുടെ റേറ്റിംഗ് മാത്രമല്ല നോക്കേണ്ടത്, ആ കമ്പനിയുടെ പാരന്റൽ കമ്പനി, മാതൃ കമ്പനി, അവരുടെ സിസ്റ്റർ കൺസേൺസ്, സഹോദര സ്ഥാപനങ്ങൾ, അവരുടെ എല്ലാം സാമ്പത്തിക സ്ഥിതി പരിശോധിക്കണം. 3 വർഷത്തെ ഓഡിറ്റ് പരിശോധിക്കണം. മിസ്റ്റർ തോമസ് ഐസക്, ഞാൻ അങ്ങയോട് വിനയാന്വിതനായി ചോദിക്കുന്നു, അങ്ങയെ പോലുള്ളൊരു സാമ്പത്തിക വിദഗ്ധന്റെ കയ്യിൽ ഈ കെയർ എന്ന് പറയുന്ന റേറ്റിംഗ് ഏജൻസി ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും അങ്ങ് വായിച്ചില്ലേ, അങ്ങ് കണ്ടില്ലേ? ഇനിയും കുറെ പറയുന്നുണ്ട് ഇതിൻ്റെ അകത്ത്.
കഴിഞ്ഞ 3 കൊല്ലമായി, എന്നത്തെ റിപ്പോർട്ടാ? 2018 റിപ്പോർട്ട്. കഴിഞ്ഞ 3 കൊല്ലമായി ഇന്ത്യയിലെ എല്ലാ NBFCകളും വലിയ ചാലഞ്ചിങ് പീരീഡിനെയാണ് നേരിടുന്നത്. വെല്ലുവിളികൾ നേരിടുകയാണ്. പ്രോഫിറ്റബിലിറ്റി കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പ്രോഫിറ്റബിലിറ്റി ഞാനത് വായിക്കുന്നില്ല, ഇതിനകത്തുണ്ട്, നിങ്ങൾക്ക് വെബ്സൈറ്റിൽ ഒക്കെ കിട്ടും. പ്രോഫിറ്റബിലിറ്റി കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് 3 കൊല്ലമായി. പിന്നീട് NBFCകൾ ഇന്ത്യയിൽ ധാരാളമായി പൊളിഞ്ഞു. ഈ ഏജൻസി കൊടുത്തിരിക്കുന്ന മുന്നറിയിപ്പാണ്. ഇന്ത്യയിലെ നോൺ ബാങ്കിങ് ഫിനാൻസ് കമ്പനികളെല്ലാം വെല്ലുവിളികളെ നേരിടുന്ന ഈ കാലത്ത് അവരുടെ പ്രോഫിറ്റബിലിറ്റി കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള യാഥാർത്ഥ്യം കൂടി നിങ്ങൾ പരിഗണിക്കണം. ഈ റേറ്റിംഗ് പരിഗണിക്കുമ്പോൾ അതുകൂടി പരിഗണിക്കണം എന്ന് അവർ കൃത്യമായി പറഞ്ഞിട്ടും അതൊന്നും പരിശോധിക്കാതെയാണ് ഇവർ ഈ മുഴുവൻ കാര്യങ്ങളും ഇത്രയും തുക കൊണ്ടുപോയി നഷ്ടപ്പെടുത്തി ഇത്രയും വലിയ ബാധ്യത ഈ സംസ്ഥാനത്തിന് ഉണ്ടാക്കി വെച്ചത്. പറയുന്നത് ദ കമ്പനി സോ ഡിറ്റീരിയറേഷൻ in asset quality parameters during the last couple of years on account of continued stress in construction equipment, commercial vehicle and infrastructure loans. കഴിഞ്ഞ 2 വർഷമായി കമ്പനി താഴോട്ട് വരികയാണ്. അസറ്റ് ക്വാളിറ്റി ഇപ്പോഴും അങ്ങനെയല്ല. നമ്മൾ കൂട്ടാൻ പോകുന്ന സാധനത്തിൽ കൊണ്ട് ഇടുവോ? ഇതാണ് എൻ്റെ ചോദ്യം. അതാണ് മുങ്ങാൻ പോകുന്ന, മുങ്ങിക്കൊണ്ടിരിക്കുന്ന, ഇത് ഒരു കമ്പനി അല്ലല്ലോ, ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് അല്ലേ? ഗ്രൂപ്പ് ഓഫ് കമ്പനീസാണ്. ആ മുങ്ങാൻ പോകുന്ന, മുങ്ങിക്കൊണ്ടിരിക്കുന്ന കമ്പനിയിൽ കൊണ്ടുപോയി ബോർഡ് യോഗം പോലും എടുക്കാതെ 60 കോടി രൂപ 80 ലക്ഷം നിക്ഷേപിച്ച് 101 കോടി രൂപ ഈ സംസ്ഥാനത്തിന് നഷ്ടം വരുത്തി വെച്ചവർ ആരാ ഉത്തരവാദികൾ? ആരാ ഉത്തരവാദി? അപ്പൊ നിയമപരമായിട്ടാണോ ചെയ്തത്? ഇതിലെ സൂചനകൾ ഈ ക്രെഡിറ്റ് ഏജൻസി എന്നിട്ട് ഒരു വാക്ക് മാത്രം പറയാം, AA+ ആണ്. അതിന്റെ ബ്രാക്കറ്റിൽ തന്നെ എഴുതി വെച്ചേക്കാണ്. സൂക്ഷിക്കണം, അത് ഇനിയുള്ള ഡെവലപ്മെന്റ്സിനെ കൂടി അപേക്ഷിച്ചിരിക്കും. ക്രെഡിറ്റ് വാച്ച് വിത്ത് ഡെവലപ്പിംഗ് ഇംപ്ലിക്കേഷൻസ്. എന്നിട്ട് അതെന്താണ് എന്ന് റേറ്റിംഗ് ഏജൻസി കൃത്യമായി എഴുതി വെച്ചിട്ട് എന്നിട്ട് ഇപ്പം നമ്മളോട് ഒന്ന് പറയാണ് AA+ ഉണ്ടെന്ന്. നിങ്ങൾക്കാണ് AA+ ഉണ്ട്. ഈ രണ്ട് ഇപ്പോഴത്തെ ധനകാര്യമന്ത്രിക്കും മുൻ ധനകാര്യമന്ത്രിക്കും ഇത്തരം കാപട്യം കാണിച്ചത് നമ്മുടെ നികുതി പണമാണ് ഈ കൊള്ളയടിക്കപ്പെട്ടത്. നികുതി പണം. എന്താ പറയുക, ബോംബെയിൽ കേസ് നടക്കുന്നുണ്ടെന്ന്. ഏത് അനിൽ അംബാനിയുടെ കയ്യിൽ നിന്ന് കാശ് മേടിക്കാനേ. സ്ഥിതി എന്താണെന്നറിയാമോ? ഈ 2018 ഇത് നിക്ഷേപിച്ചു, 2019 ലിക്വിഡേറ്റ് ചെയ്തു ഈ കമ്പനി. ആ ലിക്വിഡേഷന്റെ ഭാഗമായിട്ടാണ് 7 കോടി രൂപ കിട്ടിയത്. 7 കോടി 9 ലക്ഷം. ബാക്കി 101 കോടി രൂപയുടെ നഷ്ടമാണ് സംസ്ഥാനത്തിന്. 100 കോടി കൊണ്ട് കളഞ്ഞു. പക്ഷേ കമ്മീഷൻ മേടിച്ചിട്ട മുങ്ങിപ്പോകുന്ന കമ്പനിയിൽ ആരെങ്കിലും കൊണ്ട് നിക്ഷേപിക്കുക? നിങ്ങൾക്കറിയാല, ആരെങ്കിലും പോയി നിക്ഷേപിക്കുക? ഈ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ഞാൻ പറഞ്ഞതുപോലെ റിലയൻസ് കമ്മ്യൂണിക്കേഷൻ അന്ന് 50,000 കോടി രൂപ ബാങ്കുകൾക്ക് കൊടുക്കാനുള്ള കടമുണ്ട്. 50,000 കോടി രൂപ. ഇന്ത്യയിലെ ഒരു സ്ഥാപനവും ബാങ്കുകൾക്ക് അത്രയും ബാധ്യത വരുത്തിയിട്ടില്ല. ആ 50,000 കോടി രൂപ ഇന്ത്യയിലെ ദേശസാൽകൃത ബാങ്കുകൾക്കും ഷെഡ്യൂൾഡ് ബാങ്കുകൾക്കും ബാധ്യത വരുത്തിയ കമ്പനിയുടെ അനിയത്തിയാണ് പോയി അവിടെ കൊണ്ടുപോയിട്ടാണ് ഇത് നിക്ഷേപിച്ചേക്കുന്നത്. സിസ്റ്റർ കൺസേൺ സബ്സിഡിയറി കമ്പനി. അപ്പോൾ ഞാൻ എന്താ, അദ്ദേഹം സാമ്പത്തിക വിദഗ്ധനല്ലേ, സ്കോളറല്ലേ, പണ്ഡിതനല്ലേ എന്ന് ചോദിച്ചത്. അപ്പൊ ഇത് അദ്ദേഹം ഒന്ന് കാണുന്നുണ്ടായിരുന്നില്ലേ? കൊച്ചു കുഞ്ഞുങ്ങൾക്കറിയായിരുന്നു ഈ സംസ്ഥാനത്ത് അനിൽ അംബാനിയുടെ കമ്പനിയൊക്കെ പൂട്ടാൻ പോവാണെന്ന്. ആ സമയത്താണിത്. അതാണ് മനസ്സിലാക്കാത്തത്. സാധാരണക്കാർക്കറിയാം. BA എക്കണോമിക്സിന് പഠിക്കുന്ന പിള്ളേർക്ക് അറിയായിരുന്നു അന്ന് അനിൽ അംബാനിയുടെ കമ്പനി പൂട്ടാൻ പോവാന്ന്. ശരിയാണോ? നിങ്ങളൊക്കെ കേട്ടിട്ടില്ലേ? 2016, 17, 18, 19 ഇപ്പോഴേക്ക് തീർന്നു ആ കാലഘട്ടം. ഞാൻ സാമ്പത്തിക വിദഗ്ധനല്ല, പക്ഷെ എനിക്കറിയായിരുന്നു. അനിൽ അംബാനിയുടെ കമ്പനികൾ മുഴുവൻ പൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും ഉണ്ട്. ദേശീയ മാധ്യമങ്ങളിൽ വന്ന വാർത്ത എൻ്റെ കയ്യിൽ ഇപ്പോഴും ഉണ്ട്. ദേശീയ മാധ്യമങ്ങളിൽ അന്ന് വന്ന വാർത്ത. എത്ര വലിയ വാർത്തകളാണ് അന്നത്തെ കാലത്ത് ആ സമയത്തുണ്ടായ വാർത്തകൾ. 2018 വന്ന വാർത്ത ഒരു ദേശീയ ദിനപത്രത്തിൽ വന്ന വാർത്തയാണ്. വലിയ വാർത്തയാണ്. എത്ര വാർത്തകളാണ് ആ കാലഘട്ടത്തിൽ ഉണ്ടായത്?
നിങ്ങളത് മനസ്സിലാക്കണം. ഇതെല്ലാം അറിഞ്ഞുകൊണ്ടാണ് മനഃപൂർവ്വമായി ചെയ്തത്. അനിൽ അംബാനി ലെഡ് റിലയൻസ് ആർകോംസ് ബാങ്ക്രപ്സി പ്രോസസ് ബിഗിൻസ് എന്ന് പറഞ്ഞിട്ടൊരു വാർത്ത എന്നിട്ട് എഴുതിയിരിക്കുകയാണ്. 50,000 കോടിയാണ് ബാങ്കിൽ കൊടുക്കാനുള്ളത്. വിത്ത് ദിസ് ആർകോം വിച്ച് ഓസ് ഓവർ ₹50,000 crore to banks has become the first Anil Ambani Group company to be officially declared bankrupt after the NCLT on Thursday. NCLT-യിലെ നാഷണൽ കമ്പനി ലോ ട്രൈബ്യൂണലാണ്. അവിടെ കേസ് നടക്കുന്നത് എത്ര നാളായി? അപ്പം 50,000 കോടി രൂപ ബാങ്കുകൾക്ക് അനിൽ അംബാനിയുടെ റിലയൻസ് കമ്പനി കൊടുക്കാനുണ്ട് എന്ന് പറഞ്ഞ് ബാങ്കുകളെല്ലാം നാഷണൽ കമ്പനി ലോ ട്രൈബ്യൂണലിനെ സമീപിച്ചിരിക്കുമ്പോഴാണ് കേരള ഗവൺമെന്റിന്റെ പിന്തുണയോടുകൂടി, രാഷ്ട്രീയ നേതൃത്വത്തിന്റെ പിന്തുണയോടുകൂടി ആ കമ്പനിയിൽ കൊണ്ടുപോയി KFC പണം നിശ്ചയിച്ചു. മറുപടി പറയണ്ടേ? എന്നിട്ട് ഒന്നും അറിഞ്ഞിട്ടില്ല. റേറ്റിംഗ് ആണ് ഇത്ര. റേറ്റിംഗ് നിയമപരമാണ്, ഒരു നിയമപരമല്ല, നിയമവിരുദ്ധമായി ചെയ്തത്. ഇനി മറുപടി പറയട്ടെ. ഏത് തരത്തിലുള്ള അന്വേഷണമാണ് നടത്താൻ പോകുന്നത് എന്ന് ഗവൺമെന്റ് പറയട്ടെ. അല്ലെങ്കിൽ നിയമപരമായും രാഷ്ട്രീയമായും കേരളത്തിന് ഈ 100 കോടി രൂപയുടെ നഷ്ടം വരുത്തി വെച്ചതിന് അതിനെ ആളുകളെ കൊണ്ട് ഞങ്ങൾ ഉത്തരം പറയിക്കുക തന്നെ ചെയ്യും. അതാണ് എനിക്ക് പറയാം.